ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗെറ്റ് റിസൾട്ടിൻ്റെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ വൺപ്ലസിൻ്റെ പുതിയ ഫ്ലാഷ് ചിപ്പ് OnePlus 7 Pro ഇന്ന് ലോഞ്ച് ചെയ്തു. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സായിട്ടാണ് OnePlus 7 Pro എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണം. വൺപ്ലസിൻ്റെ ഓരോ സ്പെസിഫിക്കേഷൻസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് നമുക്ക് OnePlus 7 Proയുടെ ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കാം. നമ്മളെല്ലാവരും കാത്തിരുന്നത് പോലെ ഫുൾ വ്യൂ ഡിസ്പ്ലേയിലാണ് OnePlus 7 Pro എത്തിയിട്ടുള്ളത്. വൺപ്ലസിൻ്റെ തന്നെ ഫുൾ വ്യൂ ഡിസ്പ്ലേ ഉള്ള ആദ്യത്തെ ഫോണാണ് OnePlus 7 Pro. 6.7 ഇഞ്ച് വലിപ്പമുള്ള ഒരു ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ആണ് OnePlus 7 Proയിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ്. നമ്മൾ OnePlus 6Tയിൽ നിന്നൊക്കെ കണ്ടതിൽ നിന്നും വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ തന്നെയാണ് ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ. അതുപോലെ ഡിസ്പ്ലേയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡിസ്പ്ലേയുടെ സൈഡിൽ കർവ് ചെയ്ത രൂപത്തിലാണ് ഡിസ്പ്ലേ നൽകിയിട്ടുള്ളത്. അതായത് നമ്മൾ സാംസങ് ഗാലക്സി നോട്ട് 9 കണ്ടതുപോലെ കർവ് ചെയ്ത രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല 90 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ എന്നുള്ള ഒരു പ്രത്യേകത കൂടി OnePlus 7 Proയുടെ ഡിസ്പ്ലേക്ക് ഉണ്ട്. അപ്പം റിഫ്രഷ് റേറ്റ് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. കാരണം എനിക്ക് ഇത് റിഫ്രഷ് റേറ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിത് സെർച്ച് ചെയ്തപ്പോൾ ഞാൻ യൂട്യൂബിൽ OnePlus 7 Proയുടെ വീഡിയോ കണ്ടു. അത് ബീബോമിൻ്റെ വീഡിയോയിലാണ് അവർ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് റിഫ്രഷ് റേറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേയുടെ പെർഫോമൻസ് കൂടും. അതായത് നമ്മൾ പെട്ടെന്നുള്ള ഇപ്പോൾ എന്താ പറയുക, നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത് ശരിക്കും മനസ്സിലാവുമെന്ന് പറയുന്നത്. ശരിക്കും റിഫ്രഷ് റേറ്റ് എന്നാണ് പറഞ്ഞു തരാൻ കഴിയില്ല, എക്സ്പീരിയൻസ് ചെയ്ത് അറിയാനേ പറ്റുമെന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയുടെ പെർഫോമൻസ് കൂടും. നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് എന്താ പറയുക ആക്സസ് ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും. അതാണ് റിഫ്രഷ് റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. OnePlus 7 Proയുടെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ എണ്ണി പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് ക്വാഡ് HD+ റെസൊല്യൂഷൻ. അതായത് ക്വാഡ് HD+ റെസൊല്യൂഷനുള്ള ആദ്യത്തെ ഡിവൈസാണ് OnePlus 7 Pro. അപ്പോൾ ഡിസ്പ്ലേയെക്കുറിച്ച് ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസൈൻ പരിശോധിക്കാം. ഡിസൈൻ പരിശോധിച്ചാൽ നല്ലൊരു ഡിസൈൻ തന്നെയാണ് OnePlus 7 Proയിൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ബോഡിയാണ് OnePlus 7 Pro എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ട്. അതേപോലെ ഗ്രേഡിയൻ്റ് കളറുകളിൽ OnePlus 7 Pro ലഭിക്കുന്നുണ്ട്. ബ്ലാക്ക്, സിൽവർ, അതുപോലെ ഗ്രേഡിയൻ്റ് കളറായിട്ടുള്ളൊരു ബ്ലൂ, ഈ 3 കളറുകളിലാണ് OnePlus 7 Pro നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ലൊരു ഡിസൈനായിട്ടാണ് എനിക്ക് ഇതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടപ്പോൾ തോന്നിയത്. കാരണം നല്ലൊരു പ്രീമിയം ലുക്ക് ഫോൺ നൽകുന്നുണ്ട്. മുമ്പിൽ നോച്ചൊന്നും ഇല്ലാത്ത ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്. അതുപോലെ ബാക്കിൽ നല്ല ഗ്രേഡിയൻ്റ് ഫിനിഷിലുള്ള നല്ല ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ആ ബ്ലൂവിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെ OnePlus 7 Proക്ക് ഉണ്ട്. ക്യാമറ പരിശോധിച്ചാൽ ട്രിപ്പിൾ ക്യാമറയാണ് റിയർ സൈഡിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് f1.6 അപ്പർച്ചറിലുള്ള ഒരു 48 MP നോർമൽ ലെൻസും, രണ്ടാമത്തേത് ഒരു 8 MP ടെലിഫോട്ടോ അല്ലെങ്കിൽ 3x സൂം ലെൻസും, മൂന്നാമത്തേത് ഒരു 16 MP വൈഡ് ആംഗിൾ ലെൻസുമാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് 16 MP പോപ്പപ്പ് സെൽഫി ക്യാമറയും നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 4000 mAh പവർഫുൾ ബാറ്ററിയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. OnePlus 7 Proയുടെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ OnePlus 6Tയിൽ കണ്ടതാണ്. എങ്കിൽ OnePlus 7 Proയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒന്ന് കൂടിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റിലെത്തുന്ന ലോകത്തെ തന്നെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് OnePlus 7 Pro. ഇതൊരു ഒക്ടകോർ പ്രോസസ്സറാണ്. അതുപോലെ തന്നെ സ്മൂത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസിനായിട്ട് അഡ്രീനോ 640യും ഇതിൽ നൽകിയിട്ടുണ്ട്. OnePlus 7 Proയ്ക്ക് മാത്രമുള്ളൊരു യുണീക്ക് ഫീച്ചറാണ് UFS 3.0 സ്റ്റോറേജിലെത്തുന്ന ആദ്യത്തെ ഡിവൈസാണ് OnePlus 7 Pro. UFS 2.0 ആയിരുന്നു നമ്മൾ OnePlus 6Tയിൽ കണ്ടത്. എന്നാൽ UFS 3.0 ആണ് നമ്മുടെ OnePlus 7 Proയിൽ നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റർ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് അറ്റ് ലോവർ പവർ കൺസംഷൻ. അതായത് നമ്മൾ ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് വളരെ കുറയ്ക്കാനും സാധിക്കും. UFOയുടെ സഹായത്താൽ പവർ കൺസംഷൻ കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്പീക്കറിൽ വന്നിരിക്കുന്ന പ്രധാന അപ്ഡേഷൻ എന്ന് പറയുന്നത് OnePlus 7 Proയിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് നൽകിയിട്ടുള്ളത് വിത്ത് ഡോൾബി അറ്റ്മോസ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് OnePlus 7 Pro നൽകുക. 12 GB റാമുള്ള ഒരു വേരിയൻറ്റ് നമുക്ക് OnePlus 7 Proയിൽ അവൈലബിൾ ആണ്. അപ്പം ഇത്രയും ഹെവി പ്രോസസ്സറും അതുപോലെ 12 GB റാമൊക്കെ ഉള്ള ഒരു
ഫോൺ ആയതുകൊണ്ട് തന്നെ 10 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് OnePlus 7 Proയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം 3 വേരിയൻറ്റുകളിലാണ് ഫോൺ നമുക്ക് ലഭിക്കുക. 6GB റാം പ്ലസ് 128GB സ്റ്റോറേജ് എന്ന വേരിയൻറ്റ് 48,999 രൂപയ്ക്കും, 8GB റാം പ്ലസ് 256GB എന്ന വേരിയൻറ്റ് 52,999 രൂപയ്ക്കും, 12GB റാം പ്ലസ് 256GB സ്റ്റോറേജ് എന്ന വേരിയൻറ്റ് 57,999 രൂപയ്ക്കാണ് ലഭിക്കുക. OnePlus 7 Proയിലെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് OS 9.5 OnePlus 7 Pro പ്രവർത്തിക്കുക. അപ്പം ഓക്സിജനോസിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തായാലും ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാനായാലും നമുക്കിപ്പോൾ അതിന് മറ്റൊരു വീഡിയോയിലൂടെ കൂടി നമുക്ക് ഓക്സിജനോസിൻ്റെ പ്രത്യേകതകൾ നമുക്ക് ചർച്ച ചെയ്യാം. അതായത് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 17-ാം തീയതി മെയ് 17-ന്, അതായത് ഈ മാസം 17-ാം തീയതിയാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോണിലൂടെ ഫ്ലാഷ് സെയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഫോൺ ലഭിക്കുക. അപ്പം പ്രീ ബുക്കിംഗ് 16-ാം തീയതി ആമസോണിലുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ OnePlus 7 Proയെ കുറിച്ച് പരിചയപ്പെട്ടത്. ഇത് എനിക്ക് റിവ്യൂ ചെയ്യാൻ ഈ റിവ്യൂ യൂണിറ്റ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻസാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിവൈസ് തന്നെയാണ്, ഒരുപാട് നല്ല ഫീച്ചേഴ്സുള്ള നല്ലൊരു ഡിവൈസ് തന്നെയാണ് OnePlus 7 Pro. ഇതിൽ നമ്മൾ എണ്ണി പറയേണ്ടത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ പ്രത്യേകതകളും. ഞാൻ ഇതിന് മാത്രം ഒരുപാട് ഫീച്ചേഴ്സ് എണ്ണി പറഞ്ഞു. അപ്പം ഇത് ഫസ്റ്റ് ഫോണാണ്. ഇപ്പം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു നല്ലൊരു ഫോൺ തന്നെയായിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമുക്ക് OnePlus 7 Pro നൽകുക. അപ്പം ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ കൈമൽ അത്രത്തോളം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് OnePlus 7 Pro വാങ്ങാം. പിന്നെ ക്യാമറയുടെ കമ്പാരിസൺ നോക്കിയ സമയത്ത് ചെറിയൊരു ഇടിവ് എനിക്ക് കാണാൻ സാധിക്കും. അതായത് 60യുടെ ക്യാമറയുടെ പെർഫോമൻസ് ഏകദേശം അത്രത്തോളം നല്ലൊരു പെർഫോമൻസ് 7 Proയുടെ ക്യാമറയിൽ നൽകുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും മോശം ക്യാമറ പെർഫോമൻസ് ഒന്നല്ല, നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.